ആസ് എ സിനിഫൽ, ആസ് എ മൂവി ഗോവർ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ള ഒരു പരിപാടിയാണ് സെൻസറിങ്. സെൻസറിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നാക്ക് അറുത്ത് മുറിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും. നമ്മുടെ എമ്പുരാൻ റിലീസായിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. 29-ാം തീയതിയാണ്. ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പലതും ആ സിനിമയിലുള്ളത് കൊണ്ട് ഇപ്പോൾ ആ പടം റീസെൻസർ ചെയ്യാൻ പോവാണ്. ഈ റീസെൻസറിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ മാറുമെന്ന് ചെറിയൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബജ്രംഗി എന്ന് പറയുന്ന ആ ഒരു പേര്, ബജ്രംഗി എന്നാണ് വില്ലൻ്റെ ആ ഒരു പേര്, അതെല്ലായിടത്തും മ്യൂട്ട് ചെയ്യാനാണ് ചാൻസ്. ഏകദേശം 17ഓളം സീൻസ് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. 17ഓളം സീൻസ് ആലോചിച്ച് നോക്കണം. ഒരു സിനിമയെ സംബന്ധിച്ച് എത്രത്തോളം ആയിരിക്കും അതെന്ന്. ഒരു സിനിമയിൽ ഏകദേശം ഒരു 100, 200, 300 ആ ഒരു റേഞ്ചിൽ സീൻസ് ഉണ്ടാവും. അതിലൊരു 17 മെയിൻ സീക്വൻസുകൾ ഈ കട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ മെയിൻ സാധനങ്ങളാണെന്ന് ആ പടം കണ്ടവർക്ക് മനസ്സിലാവും. ഇതൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ട്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അപ്പോൾ എമ്പുരാൻ എത്രയും പെട്ടെന്ന് പോയി കാണുക, മാക്സിമം ആൾക്കാർ പോയി കാണുക. കാരണം അടുത്ത ആഴ്ച തൊട്ട് വേറൊരു സെൻസേർഡ് വേർഷൻ ആയിരിക്കും കാണാൻ പോകുന്നത് നിങ്ങൾ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു സത്ത് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ വേഗം പോയി കാണാം. അപ്പോൾ എന്താണ് ഈ സെൻസർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 2-3 ദിവസമായിട്ട് നമുക്കറിയാം ഭയങ്കര വിവാദങ്ങളാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഇൻ്റർനാഷണൽ ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ജോർഡനിൽ പോയപ്പോൾ പുള്ളി എന്ത് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ പറ്റി കുറേ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യണം. ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈവൻ കേസ് വരെ കൊടുത്ത ആൾക്കാരുണ്ട്. ഒരുപാട് പേര് കേസ് അടക്കം കൊടുത്തു നമ്മുടെ എമ്പുരാനെതിരെ. അപ്പോഴാണ് ഗോപാലൻ മുന്നിട്ട് ഇറങ്ങിയിട്ട് ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സിനിമ എടുക്കാൻ താല്പര്യമില്ല, ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അതിന് മുൻകൈ എടുത്ത പുള്ളി തന്നെയാണ്. പുള്ളീനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല. സിനിമ എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു പടി എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം അത് സിനിമയിൽ വളരെ നാച്ചുറലായിട്ട് തോന്നിയ പല സംഭവങ്ങളാണ്. ഈ പുറത്തിറങ്ങിയപ്പോൾ പലർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് അറിയാൻ സാധിച്ചത്. പക്ഷേ അത് ഇത്രയും ലെവലിൽ ഭയങ്കര പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈവൻ ദോ എമ്പുരാൻ എനിക്കൊരു മിഡ് ഫീലിംഗ് ആണ് കിട്ടിയതെങ്കിലും നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. കാരണം ഇനിയിപ്പോൾ 1-2-3 ദിവസമേ ഉണ്ടാവുള്ളൂ ഈ ഒരു പ്രിൻ്റ്. അപ്പോൾ വേഗം പോയി കാണുക. ഒറിജിനൽ എമ്പുരാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആസ്വദിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. സെൻസർഷിപ്പ് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന്. 1890s സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് വരുന്നത്. നമ്മുടെ ഷിക്കാഗോയിലാണ്, അമേരിക്കയിലാണ് ഈ പരിപാടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് സൊസൈറ്റീനെ ഭയങ്കര രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി റിലീജിയസ് ഗ്രൂപ്പ്സാണ് ആദ്യം സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ പരിപാടിയൊക്കെ കൊണ്ടുവരുന്നത്. അതായത് അവരുടേതായിട്ടുള്ള ചില വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്യാത്ത സീൻസൊക്കെ പടത്തിലുണ്ടെങ്കിൽ അത് അവർ കട്ട് ചെയ്ത് കളയും. നിങ്ങൾ സിനിമ പാരഡൈസോ എന്ന് പറയുന്ന പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയണത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതിലൊരു പള്ളിയിലച്ഛനുണ്ട്. ഓരോ പടവും ഒരു തിയേറ്റർ ഉണ്ട് അവിടെ ഓരോ പടം ഓടിക്കുന്നേക്കാൾ മുമ്പ് പുള്ളി ഇരുന്ന് കാണും. എന്നിട്ട് കിസ്സിങ് സീൻസോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് പുള്ളി കട്ട് ചെയ്യാൻ ഇങ്ങനെ നിർദ്ദേശിക്കും. അപ്പോൾ ബാക്കിൽ പ്രൊജക്ഷൻസ് അത് വെട്ടിക്കളയും. അങ്ങനെയാണ് അത് തുടക്കുന്നത്. അങ്ങനെയാണ് ഏകദേശം സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത്. സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മുടെ പൂർവ്വകാല ഭരണാധികാരികളായിട്ടുള്ള ബ്രിട്ടീഷ് അവരൊക്കെയാണ് തുടങ്ങിയത്. UK തുടങ്ങിയത്. അവരാണ് ഈ ഒരു സ്ട്രിക്ട്ലി സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അടിയിലേക്ക് ഈ സംഭവമൊക്കെ കൊണ്ടുവന്നത്. ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള നേച്ചറിലുള്ള പടങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കണ്ടൻറ്റ് നീക്കം ചെയ്യുക. ആൾക്കാരെ, അതായത് സർക്കാരിനെതിരെ ആരെന്ത് പറയുന്നോ, എന്ത് പടം എടുക്കുന്നോ അതൊന്നും പുറത്തു പോകാണ്ടിരിക്കാൻ സമ്മതിക്കുക. ആ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തരുത്. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആശയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തരുത്. അതാണ് മെയിനായിട്ട് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ആ സംഭവം വന്നപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ സിനിമയുടെ ആ ഒരു പവർ മനസ്സിലാക്കി അതിനെ സെൻസർ ചെയ്യാൻ തുടങ്ങിയത്. അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കരുത് എന്നുള്ളൊരു മൈൻഡ് വന്നുകൊണ്ടാണ്. കേട്ടാൽ പ്രശ്നമാണ്, അവർ റിവോൾട്ട് ചെയ്യും, അവർ ഗവൺമെൻറ്റിനെതിരാവും. നമ്മുടെ ഇന്ത്യയിലും അതെ, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ആ ഒരു ടൈമിൽ 1960s തോന്നുന്നു, 1916 ആ ഒരു ടൈമിലാണ് അവർ ഇവിടെ സെൻസറിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ പാട്രിയോട്ടിസം, നാഷണലിസം അതിനൊക്കെ പറ്റി ചർച്ച ചെയ്യുന്ന പടങ്ങളൊക്കെ ബാൻ ചെയ്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇടയിൽ ആ ഒരു നാഷണലിസത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ, നമ്മൾ റിവോൾട്ട് ചെയ്ത് അവരെ ഭരണത്തിൽ നിന്ന് നീക്കാതിരിക്കാൻ. അത് ഇപ്പോൾ അതുപോലത്തെ പടങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലത്തെ പടങ്ങൾ ഇറങ്ങിയിരുന്നെങ്കിൽ
നമ്മളുടെ ജനങ്ങൾ കുറച്ചുകൂടി നേരത്തെ ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയേനെ. കാരണം അത്രയും ആ ഒരു സ്പിരിറ്റ് വളരെ 100-200 ഇരട്ടിയായേനെ. ഈ ഒരു കഥ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ബേസിസിൽ ഇപ്പോൾ നടക്കുന്ന സെനാറിയോസിനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒത്തു നോക്കുക എന്താണ് എവിടേക്കാണെന്ന്. ഇപ്പോൾ എമ്പുരാൻ റിലീസായി 2 ദിവസം പോലും ആയിട്ടില്ല, 100 കോടി ക്ലബിലൊക്കെ കയറി. പക്ഷേ എതിർക്കാൻ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഓഫ് കോഴ്സ് വലിയൊരു സ്റ്റാറിൻ്റെ പടം ഇറങ്ങുമ്പോൾ നാച്ചുറലി കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നാച്ചുറലാണ്, വളരെ നാച്ചുറലാണ്. ഒരു വലിയ സ്റ്റാർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൂണാന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലത്തെ കുറച്ച് എതിർപ്പുകൾ. പക്ഷേ ഇത് വളരെ വലുതായിരുന്നു. അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് പടം കണ്ട എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഇത് പിന്നെയും റീസെൻസർ ചെയ്യാൻ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ തന്നെ പറ. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതേ ആൾക്കാർ തന്നെയാണ് നമ്മളെ ഭയങ്കര രീതിയിൽ ഡിമണൈസ് ചെയ്തുകൊണ്ട് ഉള്ള കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയപ്പോൾ ഭയങ്കര സപ്പോർട്ട് കൊടുത്തത്. അതൊരിക്കലും ഒരു നടക്കാത്ത സംഭവമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് വളരെ എക്സാജറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈവൻ റിയൽ ലൈഫിൽ വരെ നോർത്തിൽ ജീവിക്കുന്ന പല ആൾക്കാരും, നമ്മൾ മലയാളികൾ പലരും ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷം വളരെ വലിയൊരു ഡിസ്ക്രിമിനേഷൻ നേരിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഈ പടത്തിന് ശേഷം ഡിസ്ക്രിമിനേഷൻ നേരിട്ട പലരെയും എനിക്കറിയാം. നോർത്തിൽ താമസിക്കുന്ന കുറച്ച് പേര്, അവിടുത്തെ പലരുടെയും മലയാളികളോടുള്ള മെൻറ്റാലിറ്റി തന്നെ മാറിപ്പോയി. അത്രയും നാൾ വളരെ സന്തോഷത്തോടുകൂടിയും വളരെ ഫ്രണ്ട്ലി ആയിട്ടും സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ പടം ഇറങ്ങി ഭയങ്കര ഹിറ്റായതിന് ശേഷം തിരിഞ്ഞു പോലും നോക്കാതെ പോയിട്ടുണ്ട്. അതായത് ഇത് ഞാൻ ഇത്തിരി പോലും എക്സാജറേറ്റ് ചെയ്യല്ല, എനിക്ക് റിയൽ ലൈഫിൽ ഇതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് ശരിക്കും വളരെ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തു വന്നിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പടം, അതും കേരള സ്റ്റോറി കണ്ടിട്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ബാഡ്ലി മേക്ക് ചെയ്തൊരു പടമാണ്. കൺവിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമില്ല. പക്ഷേ ആ പടം അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത്രയും വലുതാണ്. നമുക്കറിയാം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കഥയാണ് ലൂസിഫർ സെക്കൻഡ് പാർട്ട്, അതായത് എമ്പുരാൻ. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം അവരിത് എടുത്തിരിക്കുന്നതും. പക്ഷേ ഇവർ ആ സിനിമേനെ മാസക്കർ ചെയ്യാൻ പോവാണെന്ന് പറയും, വെട്ടി തീർക്കാൻ പോവാണ് ആ പടത്തിനെ. ശരിക്കും അതിൻ്റെ ആ ഒരു അത് എങ്ങനത്തെ പടം ആയിക്കോട്ടെ, നല്ല സിനിമയും മോശം സിനിമ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു സത്ത് തന്നെ കളയാൻ പോവാണ്. അതിൻ്റെ ഒരു റിയൽ ടങ്ക്, അതിൻ്റെ നാക്ക് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഈ സെൻസറിങ് എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞെടുത്ത് കളയണം. അതായത് നമ്മുടെ സിനിമകൾക്ക് സർട്ടിഫിക്കേഷനേ പാടുള്ളൂ, A സർട്ടിഫൈഡ്, U/A, U സർട്ടിഫൈഡ്, അങ്ങനെ. അല്ലാതെ ഒരു ക്രിയേറ്റർ, ഒരു ഡയറക്ടർ, റൈറ്ററൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സിനിമ, ആ സിനിമേനെ ആ എടുത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര ഇല്ലോജിക്കലായിട്ടുള്ള തോട്ടാണെന്ന് നോക്കിയാൽ. അതായത് ആ ഒരു സിനിമേനെ ഇത്രയൊക്കെ കണ്ടാൽ മതി, നിങ്ങൾ കാണേണ്ടത് കണ്ടാൽ മതി എന്ന് പറയുന്നതല്ലേ ആ ഒരു ന്യായം. അതായത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ നമുക്ക് കാണാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഭവമല്ലേ അവിടെ വരുന്നത്. അതായത് ഇന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് എന്ത് ഇഷ്ടം തോന്നുന്നു അത് നമ്മൾ കാണണം. അത് എവിടുത്തെ പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഈ സെൻസറിങ് എന്ന് പറയുന്ന സംഭവം ഒരു സംവിധായകൻ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു പടം അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റണം. സർക്കാരിനെ അതെവിടെ കത്തി വയ്ക്കുക, അതായത് ഈ വെട്ടിക്കളയ പരിപാടിയൊക്കെ പണ്ടേ നിർത്തണമായിരുന്നു.